ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷു ആണ്. എല്ലാവർക്കും ഒരു അടിപൊളി ചൂടുള്ള വിഷു ആശംസകൾ. എന്നാ ചൂടാടെ ഇവിടെ. ഓ ഇതുണ്ടാ AC ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഞാനിരുന്ന് വിയർക്കാണ്. അമ്മാതിരി ചൂട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. ഇന്നത്തെ സബ്ജക്ട് നമ്മുടെ ബിഗ് ബോസ് താരം അനുമോൾ ആൻഡ് ഷിയാസ് കരീമാണ്. വളരെ ചെറിയ രീതിയിൽ ഓൺലൈൻ മീഡിയക്കാർ എടുത്ത ഒരു വീഡിയോ പാൻ ഇന്ത്യൻ ലെവൽ വരെ ഇത് റീച്ച് ആയി എന്നുള്ളതാണ്. സംഭവം ബീഫാണ്. ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദുവായിട്ടുള്ള സ്ത്രീയോട് ബീഫ് തിന്നു എന്ന് പറയുന്നു. ഈ ഒരു സാധനം കത്തിയിട്ട് ഈ സാധനം ഇന്ത്യ മൊത്തം വൈറലായി എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇതിനകത്ത് വിശദമായിട്ട് സംസാരിക്കും ഇതിനെ പറ്റി. അതിനു മുമ്പ് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് ഒന്ന് കാണിക്കാം, ആ വീഡിയോ ഒന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അനു ബീഫ് കഴിക്ക്. അനുമോള് ബീഫ് കഴിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പം ഉടനെ അടുത്ത ചോദ്യം വരുന്നു, നീ BJP ആണോ അതോ ഡയറ്റിലാണോ? അതെന്തിനാണോ നീ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അവിടെ BJP ആണോ? ഇപ്പൊ ഞാൻ ബീഫ് കഴിക്കാത്തൊരു വ്യക്തിയാണ്, ഞാൻ BJP കാരനാണോ? കേരളത്തിൽ ബീഫ് കഴിക്കാത്ത എല്ലാവരും BJP ആണോ? BJP കാർ വരെ ബീഫ് കഴിക്കും. അപ്പൊ യവൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം പക്ഷെ ഭയങ്കരമായിട്ട് വൈറലായിടെ. ഇത് പോയ പോക്ക് ഞാൻ കാണിച്ചു തരാം. നേരത്തെ വ്യക്തമല്ലായിരുന്നു, ഈ വീഡിയോക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ വോയിസ് കേൾക്കാം, അതുകൊണ്ടാണ് ഇത് വെച്ചത്. ആൻഡ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് കണ്ടോ, ബിഗ് ബോസ് മലയാളം 7 വിന്നർ അനുമോൾ അനുക്കുട്ടി ഫോഴ്സ്ഡ് ടു ഈറ്റ് ബീഫ് ബൈ എ റണ്ണർ അപ്പ് ഷിയാസ് കരീം. ഫോഴ്സ്ഡ് ടു ഈറ്റ് എ ബീഫ്. അനുമോളും ഷിയാസ് കരീം അത്യാവശ്യം നല്ല ടേംസിലാണ്, ഇവർ ഭയങ്കര കമ്പനിയാണെന്നൊക്കെ നമുക്കറിയാം. ഇതിനകത്ത് എവിടെയാണ് ഒരു ഫോഴ്സ്ഫുള്ളി ബീഫ് കഴിക്കാൻ വേണ്ടി പറഞ്ഞത്? എനിക്കൊന്ന് ഒരു ഒച്ചത്തിൽ സംസാരിക്കുകയാണ്, എനിക്ക് സൗണ്ട് കേൾക്കാത്തതിന് പേരായിരിക്കണം ഒച്ച സംസാരിക്കുന്നത്. അത് കേട്ടിട്ടാണ് ഫോഴ്സ്ഡ് ടു ഈറ്റ് ബീഫ് എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത പോസ്റ്റ് നോക്ക്, ഷിയാസ് കരീം എ മലയാളം TV സെലിബ്രിറ്റി ഫോഴ്സിങ് എ ഹിന്ദു വുമൺ ടു ഈറ്റ് ബീഫ്. ഏത് രീതിയിൽ പോയെന്ന് നോക്കിയേ, ഹിന്ദു വുമൺ എന്നുള്ള രീതി വരെ പോയി. ഹി ഷൗട്ട് അറ്റ് ഹെർ, ഷൗട്ട് ഈറ്റ് അനു ഈറ്റ്. When she refused, he turned aggressive. നിങ്ങൾക്ക് ആ വീഡിയോക്കകത്ത് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ട്, നല്ല ഒച്ചത്തിലാണ്. മേ ബി അതുകൊണ്ടായിരിക്കണം പുള്ളി ഇത് ഒച്ചത്തിൽ സംസാരിച്ചത്. ഇതിന്റെ അടി എഴുതി വെച്ചേക്കുന്നത് കൂടെ വായിക്കാം. എ മേജർ കോൺട്രവേഴ്സി ഹാസ് ഇറപ്റ്റഡ് ആഫ്റ്റർ എ വീഡിയോ ഷോയിങ് അനുമോൾ അനുക്കുട്ടി വിന്നർ ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഫോർ ബീങ് ഫോഴ്സ്ഡ് ടു ഈറ്റ് ബീഫ് ബൈ എ റണ്ണർ ഓഫ് ഷിയാസ് കരീം ഡ്യൂറിംഗ് interaction despite her refusal. Anmol, a Hindu woman, reportedly declined when Shias Karim instead she tried beef. According to a viral clip here, account Karim continued to pressure her aggressively and allied both politics into the conversation by questioning if she was following a diet or supporting a BJP. ഇന്നത്തെ ഷിയാസ് കരീമിനെ പറ്റി പറയുന്നുണ്ട്. ഷിയാസ് കരീം 2021 റേപ്പ് കേസിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ജിം വുമൺ ട്രെയിനർ കൊടുത്തതിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിൽ ഇത് വേറൊരു തരത്തിലോട്ട്, ഇത് മറ്റേ സംഭവം ഉണ്ടല്ലോ, കേരള സ്റ്റോറി, ബീഫ് ഫോഴ്സ്ഫുള്ളി തീറ്റിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം യുവാവ്, ആ ഒരു രീതിയിലോട്ട് ഇത് പോയി. ഇത് മാത്രമല്ല, വേറൊരു പോസ്റ്റ് കൂടെ ഞാൻ കാണിക്കാം. വേറൊരു പോസ്റ്റാണ്, കാട്ടുമുല്ല ഷിയാസ് കരീം എ മലയാളം TV സെലിബ്രിറ്റി, മറ്റേത് തന്നെ, അതിന്റെ ഫ്രണ്ടിൽ കാട്ടുമുല്ല എന്ന് ചേർത്തിട്ടുണ്ട്, സെയിം സാധനം തന്നെ. ഇന്നത്തെ അടിയിൽ പിടിപ്പിച്ചേക്കുന്നത് എ ഫൂട്ടേജ് അലേർട്ട് ഷോ എ കരീം അഗ്രസീവ്ലി കൺഫ്രണ്ടിങ് എ ഹിന്ദു വുമൺ. ഇവിടെ അനുമോളെന്ന് പോലും പറയുന്നില്ല, ഹിന്ദു വുമൺ എന്നാ പറയുന്നത്. അപ്പം ഈ രീതിയിൽ സാധനം ഇന്ത്യ ഒട്ടാകെ വൈറലായിട്ടുണ്ട്, മനസ്സിലായോ? ഇതിനകത്ത് ഞാൻ ഷിയാസിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. യമൻ ഇതിനകത്ത് വെറുതെ അലമ്പുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാണ്, മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ പോലെ തോന്നി. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ബൈറ്റും കൂടെ മീഡിയക്ക് കൊടുക്കുന്നുണ്ട്, ഇലക്ഷനെ പറ്റി ചോദിക്കുന്ന സമയത്ത്. അന്നേരം ഷിയാസ് കരീം പറയുന്നതാണെന്ന് കേൾക്കാം. ഷിയാസ്ക്ക് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം താമര കേരളത്തിൽ മൊത്തം വിരിയും എന്ന്. അതുപോലെ ഷിയാസ്ക്ക് ഇപ്പൊ റോബിനും അഖിൽമാരും അല്ലല്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അഖിൽമാരും ഇപ്പൊ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചാൻസ് ഷിയാസ്ക്ക് ചാൻസ് കിട്ടിയാൽ നിൽക്കുമോ? ഷിയാസ്ക്ക് ഒരു പ്രാവശ്യം ഇലക്ഷൻ നിൽക്കാൻ ഒരു ഓഫർ കിട്ടി കഴിഞ്ഞാൽ നിൽക്കൂല. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടം. അപ്പൊ ഈ രീതിയിൽ ഒരു റിപ്ലൈ പുള്ളി കൊടുത്തിട്ടുണ്ട്. മേ ബി വേണമെങ്കിൽ ഷിയാസിനെ ഏറി കയറ്റാൻ വേണ്ടിയിട്ട്, ഇത് BJP കാരെയാണ് പറഞ്ഞിട്ടുള്ളത്, താമര കുളത്തിൽ വിരിയും കേരളത്തിൽ വിരിയില്ല എന്നുള്ള രീതിയിൽ BJP കാരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കുരുവട്ടി BJP കാര് മനഃപൂർവ്വം ഈ സാധനം അടിച്ചങ്ങ് വിട്ടതാവാം. അവർ വിചാരിച്ച നോർത്തിലൊക്കെ ഇത് പന്തലിപ്പിക്കാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു കളി എന്റെ പുറകെ നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിന് പ്രതികരണവുമായിട്ട് ഷിയാസ് കരീം വന്നിട്ടുണ്ട്. പുള്ളി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഒരൊറ്റ കാര്യം, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരാണ് ഉള്ള BJP-ക്കാണ്. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു, അപ്പൊ അനുമോള് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, ഈ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്ത.
അതാണ് എനിക്ക് അങ്ങോട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ. നീ എന്തിനാ മനഃപൂർവ്വം ഒരു ഫ്രണ്ട്ലി ടോക്കാണ്, നീ എന്താണ് ബീഫ് കഴിക്കാതെ? BJP ചേർന്നു കോമഡിക്ക് വേണ്ടി അടിച്ചാണ് ഓക്കെ, പക്ഷെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ച ചോദ്യപ്പാണെന്ന്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഏത് BJP-കാരാണ് ബീഫ് കഴിക്കാത്തത്? ഗോപാൽജി അടക്കം വന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ബീഫാണ് ഞാൻ കഴിക്കും എന്ന്. കേരളത്തിലെ BJP-കാരെല്ലാം പരസ്യമായിട്ടും പരോക്ഷമായിട്ടും ബീഫ് കഴിക്കുന്ന ടീംസ് ഒക്കെ തന്നെ. അവിടെ ആ സാഹചര്യത്തിൽ അങ്ങോട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യകതയില്ല. നമ്മുടെ കേരളത്തിൽ അവരാണ് തീരുമാനിക്കുന്നത് അവരെന്തൊക്കെ കഴിക്കണമെന്ന്. ഞാൻ മട്ടൻ കഴിക്കത്തില്ല, ബീഫ് കഴിക്കത്തില്ല, മീൻ കഴിക്കത്തില്ല. ഈ മീനൊക്കെ കഴിക്കാൻ വേണ്ടി എൻ്റെ അമ്മ അച്ഛനൊക്കെ എന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ സാധനമൊന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. ഞാൻ ആ കൂടി നോൺ വെജിന്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് ചിക്കൻ മാത്രമാണ്, ബാക്കി മൊത്തം പച്ചക്കറിയാ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് കഴിക്കണം എന്നുള്ളത്. അതിന് ഇയാൾ കയറിയിട്ട് മറ്റേ ആ ഡയലോഗ് അടിക്കാൻ വേണ്ടി മാത്രം നീ BJP ആണോ അത് പഠിച്ചു വെച്ചിട്ട് വന്ന് അടിച്ച പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. വെറുതെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വിവാദം ഉണ്ടാക്കിയപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? നിന്നെ അല്ലാതെ പിടിച്ച് മറ്റവനാക്കിയില്ലേ? ഈ ഒരു ടോക്ക് ഉണ്ടാകാൻ കാരണം ഇവിടെയുള്ള BJP-കാരാണ്. ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ, എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു നോക്കൂ. ചോദിക്കാറുണ്ടാവും, അത് ഫണ്ണാണ്. പിന്നെ അത് മീഡിയക്കാരിട്ടേര് എനിക്ക് വിഷയമല്ല. പിന്നെ പന്നിയിറച്ചി ഇല്ല, വേവിക്കണം നന്നായിട്ട് അതിൽ വിര ഉണ്ടാവും. വിര അത് വെന്താ മാത്രമേ വിര പോകും. നല്ല കപ്പയായിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ. എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്ന ആളാ. ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ റൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പന്നി കഴിക്കാതെ ഇവനാണോ ബീഫ് കഴിക്കുന്നതിനെ പറ്റി പറയുന്നതെന്ന്. അപ്പൊ അതിനുള്ളൊരു മറുപടി ആയിരിക്കണം പുള്ളി പറഞ്ഞേക്കുന്നത്. അവരുടെ സമുദായത്തിൽ പന്നി കഴിക്കരുത് എന്ന് പറഞ്ഞാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം കഴിക്കാൻ തോന്നത്തില്ല. ചെറുപ്പം തൊട്ടേ അവരെ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട് കഴിക്കാൻ തോന്നത്തില്ല. പണ്ട് തൊട്ടേ നമ്മളെ അങ്ങനെ ഒന്ന് വളർത്തിയിരുന്നെങ്കിൽ നമ്മളും അങ്ങനെ കഴിക്കുന്നില്ല. കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ള, ഇപ്പോഴും കുറെ കാര്യങ്ങൾ മാറേണ്ടതായിട്ടുള്ള ഒരു മതമായിട്ട് തോന്നിയ ഒരു മതമാണ് ഈ മുസ്ലിം മതം. ഈ മതഗ്രന്ഥത്തിലൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് പല കാര്യങ്ങളും അന്നത്തെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അന്ന് എഴുതി പിടിപ്പിച്ചേക്കുന്നത്. അതേ സാഹചര്യം അല്ല എന്നാൽ ഇപ്പോ പലതും മാറി. എന്നിട്ടും അന്നെന്താണ് എഴുതി പിടിപ്പിച്ചേക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. വോട്ട് എവർ, അത് എന്തിനേലും ആവട്ടെ, മാറുന്നെങ്കിൽ മാറട്ടെ, അല്ലെങ്കിൽ മാറാൻ താല്പര്യമില്ലാത്തവർ മാറണ്ട. പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് മുസ്ലിംസിന്റെ വീട്ടിൽ പട്ടിയെ വളർത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു വകുപ്പുണ്ടായിരുന്നു. എന്റെ ചുറ്റുമുള്ള എന്റെ ഫ്രണ്ട്സ് എല്ലാം മുസ്ലിംസ് ആണ്. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ പട്ടിയുണ്ട്. ഈ ക്രിക്കറ്റ് ബോൾ പോയിട്ട് പട്ടിയുടെ ഏതാണ് തൊടുവാണെങ്കിൽ ഉമ്മാരി കളിക്കത്തില്ല, പിന്നെ ബോളിൽ തൊടൂല. ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഹറാമാണ് എന്നും പറഞ്ഞിട്ട് പിന്നെ വേറെ ബോൾ മേടിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യുന്നേ, പട്ടിയുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ 7 വെള്ളത്തിൽ കഴുകണം എന്നുള്ള രീതി കണ്ടുണ്ട്. അന്നേരം പിന്നെ 7 കിണറ്റിലെ വെള്ളമൊക്കെ കോരിക്കൊണ്ടുവന്നിട്ട് കഴുകിയ കാലമൊക്കെ ഉണ്ട്. ഇന്ന് ആലോചിക്കുമ്പോൾ ഇത് പൊട്ടത്തിലാണെന്ന് അറിയാം, പക്ഷെ അതൊരു രസമായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി അന്ന് അറിവുമില്ല, ഇതുമില്ല. അവരുടെ മതത്തിൽ പട്ടിയുടെ ദേഹത്ത് തൊടാൻ പാടില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ ഇന്ന് നോക്ക്, എത്ര മുസ്ലിംസിന്റെ വീട്ടിൽ പട്ടി വളർത്തുന്നുണ്ട്, എത്ര ആൾക്കാർ പട്ടിയെ തൊടുന്നുണ്ട്. ചെറുപ്പത്തിൽ പിള്ളേരായിട്ടിരിക്കുന്ന സമയത്ത് ഇവന്മാർ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്ന് വിശ്വസിച്ചിരുന്നത്. ഖുറാനകത്ത് പട്ടിയുടെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ അറിവ് അനുസരിച്ച് പറഞ്ഞിട്ടില്ലെന്നാണ്. എന്തോ അശുദ്ധമാണ് എന്നുള്ളത് കണ്ടുണ്ട്. ഇതിന്റെ സലൈവിയോ എന്തോ അശുദ്ധമാണെന്ന് എന്തോ എങ്ങാണ്ട് വേറെ ആരണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടേ. എനിക്ക് അറിയാത്ത ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ് ഇത് എക്സ്പ്ലെയിൻ ചെയ്താ. എന്താണെങ്കിലും അന്നൊക്കെ ഇത് കാട്ടിക്കൂട്ടുന്നത് ഭയങ്കര പൊട്ടത്തരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുപോലെയാണ് ഈ പന്നിയുടെ കാര്യവും. പന്നി വേണം കഴിക്കാൻ, ഞാൻ പന്നിയും കഴിക്കത്തില്ല. ഈ എത്ര കിഴിലാന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കത്തില്ല. അത് എന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടാണോ? എനിക്ക് ഇഷ്ടമല്ല, അത്ര എത്രയേ ഉള്ളൂ. കേസ് കോടതിയിൽ ക്രോഷൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കുഞ്ഞു കൊച്ചിനൊന്നും പിടിച്ചിട്ട് പണിയെടുക്കത്തില്ല കേട്ടോ. പിന്നെ ഇതുള്ള കാലം വരെയും ഈ കേസ് ഉണ്ടാവും, മനസ്സിലാക്കിയോ? അതെ, ആർക്ക് വേണം വരുന്നു, പെണ്ണുങ്ങൾക്ക് ലോയില് മുൻഗണന ഉള്ള കാലം വരെയും ഈ കേസ്. അല്ല ഷിയാസ, ഈ ബീഫിനെ പറ്റി പറയുന്ന ഡയലോഗ് അടിക്കുന്ന ഈ വന്ദേ മാതരത്തിന്റെ BGM കുത്തിക്കയറ്റിയിരിക്കുന്നത് അതെന്തിനാണോ? രജസ്നേഹി എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാ? തുടർന്നുകൊണ്ടേയിരിക്കും, ഇത് തുടരും. അപ്പോ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിന് ഒരടി അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല മാറ്റം. ഇനി എന്റെ പേരില് എന്ത് പ്രശ്നം വന്നാലും, ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞോളാണ്, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല, ഒരു രീതിയിൽ മാറ്റമില്ല. അത്രേ ഉള്ളൂ. ജയ് ചിഞ്ചോ, വന്ദേ മാതരം. ഞാൻ പ്രൗഡ് ടു സേ ഐ എം ഇന്ത്യൻ. ഇത് എന്റെ ഇന്ത്യയാണ്, എന്റെ ഇന്ത്യ. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാത്. ഇനി എന്നെ സുഡാപ്പിയാക്കിയാലും കുഴപ്പമില്ല, എന്നെ ഇനി എന്താക്കിയാലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. ഹാപ്പി മൂമെന്റ്. ഷീസ് മൈ സിസ്റ്റർ അനുമോൾ. ഞങ്ങൾ തമ്മിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല, ഞങ്ങൾ ഒത്തൊരുമയുണ്ട്. ഇവിടെ ഇനി എത്ര വലിയ സംഘപരിവാറൊന്ന് മതവിഭജിക്കാൻ നോക്കിയാലും, ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. വിരിയും കേരളത്തിൽ താമര. ദേ ഇവിടെ
അപ്പോൾ ഇതാണ് ഷിയാസിന് പറയാനുള്ളത്. നമ്മൾ BJP കുറെ കളിയാക്കിയിട്ടുണ്ട്, BJP താമര വീഴാൻ ഒരു തരത്തിലുള്ള താല്പര്യം നമുക്കുമില്ല, പക്ഷെ ഇത് അനാവശ്യമായി പോയി എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. ഇതിനോടൊപ്പം തന്നെ ഷിയാസ് വേറൊരു സ്റ്റോറിയും കൂടി ഇട്ടിട്ടുണ്ട്. അനുമോള് തന്റെ വീട്ടില് എല്ലാവർക്കും ബീഫ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ കപ്പ, പാൽ കപ്പ, ബീഫ് കറിയുമുണ്ട്, നമുക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ തരാൻ ഇത്തിരി പാട്. ഫ്രൈ കൊറേ ഇവരെടുത്തോണ്ട് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സാലഡ് എടുത്തോട്ടാ. അടുത്ത നെക്സ്റ്റ് അതിനെ പ്ലേറ്റ് എടുക്കും. തരുവാ അനുക്കുട്ടി ചേച്ചി? ഇങ്ങോട്ട് വരുന്നില്ല. എനിക്ക് കുറച്ചിരുന്ന സ്പൂൺ നോക്കടി, ഇതിന്റെ എനിക്ക് ഫ്രൈ ആണ് കൂടുതൽ. അനുക്കുട്ടി ചേച്ചിയുടെ സ്നേഹമല്ലല്ലോ. എന്ത് അനുക്കുട്ടി അല്ല, അനുക്കുട്ടി ചേച്ചി കുറച്ച് പിന്നെടാ എവിടെ ഫ്രൈ നേരത്തെ എടുത്തോണ്ട് ഞാൻ കുറച്ച് തരും. പിന്നെ സോ അനുമോളാണ് ബീഫ് ഉണ്ടാക്കിയിട്ട് വിളമ്പി കൊടുക്കുന്നത്. ചിലപ്പം ഉണ്ടാക്കുന്ന ആൾക്കാർ കഴിക്കണമെന്നില്ല, ചിലപ്പോൾ ഡയറ്റിന്റെ ഭാഗമായിട്ടായിരിക്കും കഴിക്കാതിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്, കഴിക്കുന്നത് കഴിക്കാതിരിക്കുന്നതൊക്കെ. പക്ഷെ മനഃപൂർവ്വം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാതെ ഇയാൾ വന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് ഇപ്പം ഏറി പോയേക്കാണ്. അത് BJP-കാർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഷിയാസ് തന്നെ ഒരു സാധനം ഇട്ട് കൊടുത്തു. ഒന്നാമത്തെ അവന്മാർ ഏതെങ്കിലും മൂലക്കിട്ട് പണിയാൻ വേണ്ടി നോക്കി നിൽക്കുന്നവന്മാരാണ്. ഈ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് BJP-യെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിപ്പോൾ നാളെ ഞാനടക്കമുള്ള ആളുകളെ എവിടെയെങ്കിലും വെച്ച് പണിയാൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ പണി ഉറപ്പാണ്. അങ്ങനെ പലപ്പോഴും ഷിയാസ് കരീമിന്റെ വായിന്ന് ആ രീതി വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഇൻസിഡന്റ് ശേഷവും അതേ ദിവസവും മറ്റേ ഞാൻ പറഞ്ഞു താമര കുളത്തി വിരിയുമെന്ന് പറയുന്നത് അതും വന്നിട്ടുള്ളതാണ്. അപ്പോൾ യുവമാർക്ക് ഇത് ഒരു അവസരമായിട്ട് എടുത്ത് നൈസായിട്ട് അങ്ങ് ഒമാര് തന്നെ ആയിരിക്കണം അതിന്റെ പുറകിൽ കളിച്ചിട്ടുള്ളത്, BJP-കാർ. അപ്പോൾ ഇതാണ് ഗൈസ് റീസെന്റ് ആയിട്ടുള്ള ആ ഒരു കോൺട്രവേഴ്സി. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കണ്ടിട്ട് തോന്നുന്നത്? ഇവൻ കാണിച്ചത് ശരിയാണോ അതോ തെറ്റാണോ അതോ പട്ടിഷോ ആണോ? താഴെ വന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി.